കേരളത്തിലെ ഏറ്റവും വില കുറഞ്ഞ ആട്ടിറച്ചി കിട്ടുന്ന സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയും? കുളത്തൂപ്പുഴ. ഞങ്ങൾ രൂപയ്ക്ക് ആടിനെ കൊടുക്കുന്നത് 340 രൂപ മുതൽ ഞങ്ങൾ ആട് വരും. 950 രൂപ 1000 രൂപ ബോർഡ് വല്ലാതെ കടയുടെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട് ആട്ടിറച്ചി. ശരി, നമ്മൾ അവരെ ദ്രോഹിക്കുന്നില്ല. കച്ചവടക്കാരെ കൂടുതലും വരുന്നത് ഇവിടെ എടുക്കാനായിട്ട്. 50 ആട് 100 ആട് കച്ചവടക്കാർ എടുക്കാൻ വരും. മിക്ക ഫാമുകളിലും പോയാലേ നിങ്ങൾ വളർത്ത് ആടിന് പ്രത്യേക റേറ്റ് കൊണ്ടുവരും. 500 രൂപ. നമ്മൾ അങ്ങനൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ ത്രാസ് ഉണ്ടെന്നോ പ്രശ്നമില്ല, അതെല്ലാം വെളിക്കൊണ്ട് തൂക്കി കുഴപ്പമില്ല. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും 340 രൂപയ്ക്ക് ഇറച്ചി ആടുകളെ കിട്ടുന്നത്. ബ്രോ, നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞേ. ഇത് നമുക്ക് കൊല്ലം ജില്ലയിൽ അഞ്ചൽ കുളത്തൂപ്പുഴ സ്ഥലമാണ്. കൊല്ലം ജില്ലയിൽ അഞ്ചൽ കുളത്തൂപ്പുഴ. പേര് സിയാദ്. നമ്മുടെ ഈ ഫാമിന്റെ പേരെന്ന് പറഞ്ഞേ. ഫാമിന്റെ പേര് NS ആണ്, മലബാറി ഫുഡ്സ് എന്ന് പറഞ്ഞിട്ട്. മലബാറി ഫുഡ്സ്. NS മലബാറി ഫുഡ്സ്. NS മലബാറി ഫുഡ്സ് എന്നാണ് നമ്മുടെ ഈ ഫാമിന്റെ പേര്. എത്ര ആടുകളാണ് നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത്? 240ഓളം ആട് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. 240ഓളം ആടുകൾ സ്റ്റോക്ക് ഉണ്ട്. ഈ 340 പെർ kg റേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പിന്നിലെ കാര്യം എന്താണ്? അല്ല, 340 രൂപ മുതൽ കൊടുക്കാൻ പറ്റും. നമുക്ക് സീസൺ ബേസ്ഡ് ആണ്. ഓക്കെ, 340 രൂപ മുതൽ കൊടുക്കാൻ പറ്റും. ഓരോ സീസണിൽ റേറ്റ് മാറി വരും. പക്ഷെ ഇപ്പൊ നമുക്ക് റേറ്റ് 340 രൂപ ഉള്ളൂ. സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് ആട് കച്ചവടം എന്നൊക്കെ പറയുന്നത് ഈ മതിപ്പ് വില 2 3 ഒരുമിച്ച് പിടിച്ചിട്ടൊരു വില പറഞ്ഞെടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. അല്ല, അങ്ങനെ എടുക്കുന്ന പറഞ്ഞാൽ പല ആൾക്കാരാണ് വരുന്നത്. കാണുന്ന ഈ ചിലർക്ക് മതിപ്പ് പറയുമ്പോഴത്തേക്ക് സംശയം പോലാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ റേറ്റ് തന്നെ തൂക്കി കൊടുക്കുന്നത്. അപ്പോൾ ആർക്കും പ്രശ്നമില്ല. തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നം ഞാൻ ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ ഈ തൂക്കി കൊടുക്കുന്നതിനെ പറ്റി പൊതുവേ ഉള്ളൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾ വെള്ളം കുടിപ്പിച്ചിട്ടോ തീറ്റ കഴിച്ചു. ഇതിലൊക്കെ എന്താണ് ചേട്ടൻ നോക്കൂ. ഇത് ഈ ആടിനെ പ്രത്യേകം പറഞ്ഞാൽ ഈയുടെ ഒരുപാട് ഫീഡ് എടുക്കൂല. അതിന് ആവശ്യമുള്ളത് മാത്രം കഴിച്ചിട്ട് മാറി കിടക്കും. നോക്കി വയറേണ്ട. നോക്കിയാൽ മറ്റേ ആടുകൾ ഒരുപാട് തടിയാവും. നോക്കിയതുണ്ടോ? ഇതൊക്കെ ആവശ്യമുള്ള ഫുഡുകൾ മാത്രം എടുക്കുള്ളൂ. മാത്രം കഴിച്ചിട്ട് മാറി നിന്നോളൂ. മാറിപ്പോകും. ശരി. കാരണം അതിലൊക്കെ ഫുഡുണ്ട്, പക്ഷെ അതെല്ലാം മാറിപ്പോയതല്ല. കഴിച്ചിട്ട് അത്രേ കഴിക്കത്തുള്ളൂ. അല്ല, നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഇഷ്ടത്തിന് അവർ കഴിക്കത്തില്ല. ഇല്ല. അല്ല, അന്നേക്ക് നമ്മളല്ല ചെയ്യണം. ചന്തകളിൽ ചെയ്യത്തില്ലേ, വായിക്കകത്ത് വാ തുറന്നു വെച്ചിട്ട് അതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ചെയ്യണം. എന്നാലേ ഇതിപ്പോ മൊത്തം എത്ര 240 ആടിന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഒരു രീതി ശരിയല്ല. അങ്ങനെ ചെയ്താൽ അപ്പൊ തന്നെ ആടിനെ വിറ്റ് കളയണം, ചത്തു പോകണം. അല്ലെങ്കിൽ ശരി, അത് വിറ്റ് ഒന്ന് ഉറപ്പ് വേണം. നമുക്ക് ഇപ്പൊ ഇത്ര ആട് നിൽക്കുന്നതിനകത്ത് അത് തന്നെ ആൾക്കാർ ഒന്ന് മേടിച്ചോണ്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ഒന്ന് ആട് ഇഷ്ടമുള്ള ആട് എടുത്തോണ്ട് പോകാം. ഏതാന്ന് വെച്ചാൽ ശരി. നമ്മുടെ എപ്പോഴും ഇത്ര ആട് പിന്നെ കുഴപ്പമില്ല. നമുക്ക് മുൻകൂട്ടി ഓർഡർ എന്നാലും കുറച്ചും കൂടെ റേറ്റ് മതിച്ച് തരാൻ പറ്റും. അത് ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പം 1-2 ആടിനൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് റേറ്റ് കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ കാറ്ററിംഗുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇറച്ചി വേണമെങ്കിൽ ഇറച്ചി കൊടുക്കാൻ പറ്റും. നമുക്ക് ഇറച്ചി കൊടുക്കാൻ പറ്റും. ഇറച്ചി എന്ത് വില കൊടുക്കാൻ പറ്റും? റേറ്റ് പറയാൻ പറ്റുമോ വീഡിയോയിൽ? പിന്നെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് 800 രൂപ മുതൽ മുകളോട് ഇറച്ചി കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ ഏരിയയിൽ നമുക്ക് തെക്കൻ കേരളത്തിൽ 1000 രൂപയാണ് മട്ടന്റെ വില. അതന്നെ 780 രൂപ. 700 ഈ വീഡിയോ കാണുന്നവർ ഷോർട്ട് ഭാഗമായിട്ട് നമുക്ക് 780 രൂപ മുതൽ പറ്റും. 780 രൂപയ്ക്ക് ബൾക്ക് ഓർഡർ തരണല്ല, 1 കിലോ 1/2 കിലോ വാങ്ങാൻ വരല്ലേ. 1 കിലോ ആട്ടിറച്ചി 780 രൂപ മുതൽ കാറ്ററിംഗുകാർക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ എന്താ പറയുമോ, നിങ്ങൾ 1 കിലോ 2 കിലോ തന്നെ വിളിച്ചാൽ തരാൻ പറ്റൂല. അത് നമുക്ക് 780 രൂപയ്ക്ക് മുതൽ. അതായത് നമ്മൾ ഓരോ സമയത്തും ഓരോ റേഞ്ച് ആണ്. പെരാൾ വരാൻ പോകുന്നത്. അതെ, ആടിനെ കിട്ടണമല്ലോ, അതൊരു പ്രശ്നമാണ്. നമുക്ക് എപ്പോഴും നമുക്ക് ഒരേ ഡ്രൈവിൽ കൊടുക്കാൻ പറ്റും. ഓഫർ ചെയ്തിട്ട് അത് എപ്പോഴും സാധിച്ചെന്ന് വരത്തില്ല. എന്നാലും 780 രൂപ മുതൽ 1 കിലോ ആട്ടിറച്ചി ബൾക്ക് ഓർഡറുകൾക്ക്. നമ്മൾ റീറ്റെയിൽ വില എങ്ങനെ വരുന്നുണ്ട് ഇവിടെ? നമുക്ക് മാർക്കറ്റിൽ 950 രൂപ ഉണ്ട്. നമുക്ക് 850 രൂപ. 950 രൂപ ഈ ഏരിയയിൽ വിലയുണ്ട്. ഈ ഏരിയയിൽ 900 ബോർഡ് വെച്ചിട്ടുണ്ട്, വലിയ ബോർഡ്. 950 രൂപ 1000 രൂപ ബോർഡ് വല്ലാതെ കടയുടെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട് ആട്ടിറച്ചി. ശരി, നമ്മൾ അവരെ ദ്രോഹിക്കുന്നില്ല. നമ്മൾ കൊടുത്താൽ നമുക്ക് ഇവിടെ കച്ചവടക്കാരെ നമ്മൾ ദ്രോഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ശരി. കാരണം അവർക്ക് ജീവിക്കണ്ടേ. അതെ. അപ്പൊ നിങ്ങൾക്ക് ആട്ടിറച്ചി ആണേലും ആടാണേലും ഇതാണ്ട ലൈവ് ആടാണേലും ഏറ്റവും കുറഞ്ഞ വിലക്ക് തെക്കൻ കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല ഈ റേറ്റിൽ താഴെ വേറെ ആടിനെ ആട്ടിറച്ചിയൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കച്ചവടക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് കച്ചവടക്കാരെ കൂടുതലും വരുന്നത് ഇവിടെ എടുക്കാനായിട്ട്. 50 ആട് 100 ആട് കച്ചവടക്കാർ എടുക്കാൻ വരും. അവർക്ക് കൊടുക്കുന്നത് അവരുണ്ട്, മാർക്കറ്റ് വിൽക്കുന്നവരുണ്ട്, പിന്നെ കൊണ്ട് കട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ട്രിവാൻഡ്രം മുതൽ അങ്ങ് കൊല്ലം വരെയുള്ള ആൾക്കാർ എടുത്തുകൊണ്ട് പോകും. അതെ, ഇവിടുന്ന് ഇറച്ചി അല്ല, ഇറച്ചിയായിട്ടല്ല, ആട് അവരുടെ വണ്ടിക്ക് കൊണ്ടുപോകും. ശരി. ഇറച്ചിയായിട്ടാലും കൊടുത്തില്ല, ബൾക്ക് ഇപ്പൊ ഇറച്ചി വിൽക്കുന്നവർക്കാണെങ്കിൽ കൊടുക്കുമോ? പിന്നെ കൊടുക്കാമല്ലോ. ഇപ്പൊ നിങ്ങൾ കട്ട് ചെയ്ത് പീസാക്കി കൊടുക്കും. അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഓൾറെഡി സ്ലോട്ടേഴ്സ് കൊളത്തൂർ പഞ്ചായത്തിൽ മാർക്കറ്റ് നമ്മൾ പിടിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ലോട്ടേഴ്സ് നമുക്കുണ്ട്. ശരി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആവശ്യമുണ്ടല്ലോ, അതായത് നിങ്ങൾക്ക് ചെറിയ തോതിൽ ആട്ടിറച്ചിയുടെ കച്ചവടം നടത്താനുള്ള പ്ലാനുള്ളവർക്ക് ഒരു 10 ആട് 12 ആട് അല്ലെ ഒരു 15 ആട് ഒരാഴ്ചത്തേക്കുള്ള ആടുകളൊക്കെ വേണ്ടവർക്കായാലും കാറ്ററിംഗുകാർക്ക് വേണ്ടിയിട്ടുള്ള ഇറച്ചി ആവശ്യങ്ങൾക്കാണെങ്കിലും ഏത് ആവശ്യങ്ങൾക്കാണെങ്കിലും എന്താണ് സിയാദ് ഭായെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് മിനിമം എത്ര എടുക്കണമെന്നുണ്ടോ? മിനിമം ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരെണ്ണം മുതൽ 100 എണ്ണം 200 എണ്ണം എടുക്കാൻ കുഴപ്പമില്ല. 200 എണ്ണം വരെയാണല്ലോ. പക്ഷേ വേറെ ഉണ്ട്, ഈ ഒരെണ്ണം എണ്ണത്തിന് നമുക്ക് റേറ്റ് കുറച്ച് മാറ്റം ഉണ്ടാവും. അതെ, 10 എണ്ണത്തിന് മുകളിലോട്ട് 10 എണ്ണത്തിന് റേറ്റ് 20 എണ്ണത്തിന് റേറ്റ് 50 എണ്ണം ബൾക്ക് വരുന്നവർക്ക് നമ്മൾ അഡ്ജസ്റ്റ് കൊണ്ടേ വണ്ടി അടക്കം വേണേലും കൊടുക്കും. ഉറപ്പല്ലേ? കൊടുത്തു കൊടുക്കും. അല്ലെങ്കിൽ അങ്ങ് വടക്കൻ ജില്ലയിരുന്നുണ്ട് നമ്മൾ ഈ തെക്കേ അറ്റത്ത് കിടക്കും, കൊല്ലത്ത് കിടക്കുന്നവരാ. അപ്പൊ ഈ മലബാർ ഇരുന്നോണ്ട് വിളിച്ചാൽ ചിലപ്പോൾ പണി കിട്ടിപ്പോകും. അല്ലെ വരുന്ന വഴിക്ക് വണ്ടി അടക്കം കൊടുക്കേണ്ടി വരും. അതാണ് ഇതാ ഒരു ലോഡ് ആടുകൾ എപ്പോഴും ഉണ്ടാവില്ല, സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവും. ഉറപ്പ് നമ്മൾ വിളിച്ച് മുൻകൂട്ടി നിങ്ങൾ പറഞ്ഞാൽ എത്ര ദിവസം മുന്നേ? ഒരു 50 ആട് വേണേ എത്ര ദിവസം മുന്നേ പറയണം? ഒരു 10 ദിവസം പറഞ്ഞാൽ മതി. 50 ആട് വേണേ 10 ദിവസം മുന്നേ പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആടുകൾ, ഇറച്ചി ആവശ്യത്തിനുള്ള ആടുകളായാലും ഇത് കൊണ്ടുപോയി വളർത്താൻ പറ്റും. പിന്നെന്താ, ഒരുപാട് പേരുന്ന് കൊണ്ടുപോയതെല്ലാം വളർത്താനുണ്ട് ഒരുപാട്. ഞാൻ പറഞ്ഞെടുത്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ഫുഡ് കൊടുക്കുന്ന കുറച്ച് കൊടുക്കാവും, എല്ലാം കൂടെ വാരി വെച്ച് കുത്തി കയറ്റി കഴിഞ്ഞാലും ഒരു ചത്തുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ വളർത്താനും പറ്റിയ നമ്മുടെ മലബാറി ആടുകൾ പെട്ടെന്ന് ഇറച്ചി വയ്ക്കുന്ന ആടുകളാണ്. ഇതാണ് ഇതുണ്ട്, സിറോഹിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വലിപ്പത്തിലുള്ള സിറോഹി ഉണ്ട്. ഇതാണ് ഇത് മറ്റേ കോട്ടയെന്നൊക്കെ പറയുന്ന ആടിന്റെ ആ ഒരു ചെവിയുണ്ട്, കരോളിയോ കോട്ട അങ്ങനെ ചെവിയുണ്ട് ബ്രീഡ് വരുന്ന ഗുജറിയുണ്ട്. അങ്ങനെ എല്ലാം ഇതാണ്ട് സിറോഹിയൊക്കെ നിൽപ്പുണ്ട്. അത് വളർത്താൻ അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വളർത്താനും പറ്റിയ നല്ല ആടുകളാണ്. കൂടുതലും മുട്ടന്മാരല്ലേ? കൂടുതലും മുട്ടന്മാർ. നമ്മളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്ലോട്ടേഴ്സ് ഉള്ളതുകൊണ്ട് കൂടുതൽ നമ്മൾ ഇറച്ചി പർപ്പസിനെ കൂടുതൽ എടുക്കുക. പിന്നെ വളർത്ത ആടുകളും ഇതിൽ വരും. നമ്മൾ ഈ വിലക്ക് തന്നെ കൊടുക്കും. മിക്ക ഫാമുകളിലും പോയാലേ നിങ്ങൾ വളർത്ത ആടിന് പ്രത്യേക റേറ്റ് കൊണ്ടുവരും. 500 രൂപ. നമ്മൾ അങ്ങനൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഉള്ളത് വെച്ചിട്ട് വരുന്നതല്ലേ അവർക്ക് കൊടുക്കും. നമ്മുടെ നാട്ടിൽ ആട് തോന്നാണല്ലേ വരുന്ന ആടുകളായാലും ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന എല്ലാം കൂടുതലും പെണ്ണാടുകൾ വരും. പക്ഷേ ഇതിനകത്ത് കൂടുതൽ മുട്ടന്മാരാണ്. കൂടുതൽ മുട്ടന്മാരെ നമ്മൾ 80% മുട്ടന്മാരെ എടുക്കുക. പിന്നെ 10% നമ്മൾ നമുക്ക് എടുക്കേണ്ടി വരുന്നുണ്ട്, അത്രേ ഉള്ളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആടുകളെ വളർത്താനായാലും ഇറച്ചിക്കാണെങ്കിലും മാർക്കറ്റിൽ പോയാലും 12,000 13,000 രൂപ വിലയാവും ഈ കിടാ. അതെ അതെ. പക്ഷേ ഇത് നമുക്ക് ഇവിടെ നമുക്ക് 7 രൂപ 8 റേഞ്ച് ആവുള്ളൂ. 7 രൂപയ്ക്ക് തീരും. പിന്നെന്താ തീരും ഇതൊക്കെ 30 കിലോ റേഞ്ചൊക്കെ വരുള്ളൂ. അതെ, 30 വരത്തില്ല, 25 കിലോ 26 ബേസ് വരും. പക്ഷേ നിങ്ങൾ മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ വാങ്ങുന്ന 12,000 13,000 റേഞ്ച് വാങ്ങിക്കും. ഇത് ഇവിടെ 7 രൂപ 8 രൂപ 9 രൂപ അത്രേ വരുള്ളൂ. മറ്റേ ഇവിടെ മുതുക് പിടിക്കും, ഇവിടെ പിടിച്ച് പറയും ഇത് 12,000 രൂപയാണ്, ആറായതുകൊണ്ട് 10 പാണെന്നേരം തരാന്ന് പറയും. ആ സൈസ് ഐറ്റമൊന്നുമില്ല ഇവിടെ വന്ന് എല്ലാവർക്കും ഒരേ വില. ആരെ പറ്റിക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരെ പറ്റിക്കപ്പെടൂല. ഇവിടെ ത്രാസുണ്ട്, അത് നമ്മൾ രജിസ്റ്റേർഡ് ത്രാസാണ്. അതിൽ നിങ്ങൾക്ക് തൂക്കി ലീഗൽ മെട്രോളജിയിൽ രജിസ്റ്റേർഡ് ത്രാസാണ്. തൂക്കി മേടിച്ചോണ്ട് പോയി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുക. അതാണ് ഉറപ്പാണ്. ഇത് അപ്പോൾ 12,000 രൂപയുടെ ഈ മുതലിന് നമുക്ക് 8,000 രൂപയ്ക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആ റേഞ്ചൊക്കെ കിലോ വരുള്ളൂ. അല്ലാണ്ട് ഇതിന് 30 50 കിലോ 60 കിലോ വരത്തില്ല, ബോഡി വെയിറ്റ് വരത്തില്ല. ഇത് 20 കിലോ 22 കിലോ ബോഡി വെയിറ്റ് അത്രേ ഉള്ളൂ. അതിന്റെ വില കൊടുത്താൽ മതി, തൂക്കത്തിനുള്ള വില കൊടുത്താൽ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആ തൂക്കം വേണേൽ വെളി കൊണ്ട് തൂക്കം ചെയ്യാം. നമ്മുടെ ത്രാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ പുറത്തോട്ട് തൂക്കാം. നിങ്ങളുടെ ത്രാസ് ഉണ്ടെന്നോ പ്രശ്നമില്ല, അതിൽ നിങ്ങൾ വെളി കൊണ്ട് തൂക്കിയോ കുഴപ്പമില്ല. എടുത്തോണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ ചെറിയ വീട്ടിലിരിക്കുന്ന മനുഷ്യനെ തൂക്കുന്ന ത്രാസ് എടുത്തോണ്ട് ആടിനെ കൈ പിടിച്ചോണ്ട് കയറി നിന്നാൽ മതിയല്ലോ. സംശയം ഉണ്ടെങ്കിൽ അതും ചെയ്യാം.